നമ്മൾക്ക് എല്ലാവർക്കും ബുദ്ധിയുണ്ട്. അത് നിങ്ങൾക്കില്ല എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എല്ലാ ജനങ്ങൾക്കും, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ബുദ്ധിയുണ്ട്. പക്ഷെ അവർക്ക് ഓരോരുത്തർക്കും പല മേഖലയിലായിരിക്കും ബുദ്ധി ഉണ്ടാകുക. ചിലർക്ക് പഠിക്കാനായിരിക്കും, ചിലർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള രീതിയിലായിരിക്കും ആളുകൾക്ക് ബുദ്ധി ഉണ്ടാവുക. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ബ്രില്യന്റ് ആയിട്ടുള്ള ആളുകൾക്ക് അവർ ചെറുപ്പകാലത്ത് സ്കൂൾ പഠിക്കുന്നേരം അവർക്ക് എല്ലാ വിഷയത്തിലും വട്ടപൂജയായിരിക്കും. എല്ലാ വിഷയത്തിലും വട്ടപൂജ. നമ്മള് ഒരുപാട് ഇതിൽ ചിന്തിച്ചിട്ടുണ്ടാവും. ഇവർക്ക് എല്ലാവർക്കും ഇങ്ങനെ വട്ടപൂജ്യം വന്ന് എല്ലാ വിഷയത്തിലും തോറ്റി. നമ്മള് ഉദാഹരണത്തിന് തോമസ് ആൽവ എഡിസൺ ഈ ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. തോമസ് ആൽവ എഡിസനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകുന്ന പോയി ചെക്ക്ഔട്ട് ചെയ്യാൻ. ഇനി നമ്മൾ വിഷയത്തിലേക്ക് വരാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വ്യക്തികൾ, നമ്മൾ സയന്റിസ്റ്റുകളായാലും ശാസ്ത്രജ്ഞന്മാരായാലും ഒരുപാട് പേരുടെ ജീവിതകഥ നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മൾ കാണാൻ കഴിയുന്നത് അവരുടെ ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവർക്ക് എല്ലാവർക്കും സ്കൂളിൽ വട്ടപൂജ്യമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതിബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികളുടെ 6 പ്രത്യേകതകളെ കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു ടോക്സ്. ലെറ്റ്സ് വീഡിയോ. നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ ലക്ഷണമാണ് ലേസിനെസ്, എന്നുവെച്ചാൽ മടി പിടിച്ചിരിക്കുക എന്നുള്ളത്. നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, അതിലെങ്കിൽ ഞാൻ പെട്ടല്ലോ എന്നുള്ളത്. അതിലൊക്കെ പെട്ട ആളാണ് ഞാനും. അതുപോലെ തന്നെ ഒരുപാട് ചിന്തിക്കുന്നുണ്ടാവും, മടി പിടിച്ചവർക്ക് എങ്ങനെ ഈ ബുദ്ധി കൂടുതലുണ്ടാവും. അതുപോലെ സ്കൂളിൽ നിന്നൊക്കെ പറയാറുണ്ട്, മടി പിടിച്ചിരുന്നാൽ ബുദ്ധി വളരാതെ ഇങ്ങനെ താഴോട്ട് പോവുകയുള്ളൂ. പലതരത്തില് ടീച്ചർമാർ നമ്മളോട് പറയാറുണ്ട്. എന്നാൽ മടി പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ ഒരു ലക്ഷണമാണ്. അതിനുദാഹരണമായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നമ്മളെല്ലാവരും അറിയുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള ബിൽ ഗേറ്റ്സ്, അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ എപ്പോഴും ഈ കഠിനമായ ജോലി ചെയ്യാൻ ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും തിരഞ്ഞെടുക്കാറുള്ളത് അതിമടിയന്മാരായിട്ടുള്ള ആളുകളെയാണ്. അതിന് അദ്ദേഹം പറയുന്ന ഒരു കാരണം, ഈ മടിയന്മാർക്ക് വളരെ കഠിനമായ ജോലി കൊടുക്കുമ്പോൾ അതെങ്ങനെ എത്രത്തോളം സിമ്പിൾ ആക്കാന്നുള്ളത് അവർ ക്രിയേറ്റിവിറ്റി ആയിട്ട് ചിന്തിക്കും. അതിലൂടെ അവരുടെ മടിയാണ് അതിനെ സഹായിക്കുന്നത്. എന്ന് വെച്ചാൽ അവർ ക്രിയേറ്റിവിറ്റിയായി ചിന്തിച്ചുകൊണ്ട് അങ്ങനെ എത്ര എളുപ്പമാക്കാം, എത്രത്തോളം സിമ്പിൾ ആക്കാൻ കഴിയുമോ അത്രത്തോളം അവർ ബുദ്ധി ഉപയോഗിച്ച് അത് ചെറുതാക്കും. എന്നിട്ട് അവരെ പെട്ടെന്ന് തന്നെ പണി കഴിച്ച് അവർ സാധാരണ പോലെ തന്നെ മടി പിടിച്ച അവസ്ഥയിൽ ഇരിക്കും. മടി കൊണ്ട് ആ ഒരു ഗുണം മാത്രമേ ഉള്ളൂ. ആ മടി എന്നുള്ള ഗുണം ഒരുപാട് പേർക്കുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ ലിസ്റ്റിലെങ്കിലും ഉൾപ്പെട്ടല്ലോ എന്നുള്ളത്. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ലക്ഷണം വരുന്നത് ഈ രാത്രിയുള്ള ഉറക്കം വെച്ചില്ല. എന്നുവെച്ചാൽ അവർക്ക് രാത്രി ഉറക്കം ഉണ്ടാവില്ല. ഈ രാത്രി ഉറങ്ങാതെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അവർ ഒരു 10 വരിയുടെ അല്ലെങ്കിൽ ഒരു 10 പേജ് കൂടി വായിച്ചിട്ട് ഉറങ്ങാന്ന് വിചാരിച്ചിട്ട് ഒരു 20-25 പേജും വരിയും ഇങ്ങനെ വായിച്ചുകൊണ്ട് അവർക്ക് ആ വായിക്കുന്നതിന് മടുപ്പ് തോന്നൂല. അത്തരത്തിൽ രാത്രി ഉറങ്ങാതെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമതുള്ളത്. അവരെ ആരെങ്കിലും നേരത്തെ പിടിച്ച് ഉറക്കിയാൽ തന്നെ അവർക്ക് രാവിലെ എണീക്കുന്നവരെ ഒരു കുറ്റബോധം ഉണ്ടാവും. ആ ടൈം ഞാൻ വെറുതെ ഉറങ്ങി കളഞ്ഞു എന്നുള്ളൊരു കുറ്റബോധം ഉണ്ടാവുന്ന ആളുകളാണ്. നമ്മൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം നമുക്ക് ബുക്ക് കണ്ടാൽ ഉറക്കം വരുന്ന ടീമാണ്. 10 പേജ് പോയിട്ട് 10 വരി പോലും വായിക്കാൻ. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ കാര്യം വരുന്നത് അടക്കവും ചിട്ടവും ഇല്ലാത്ത ജീവിതമാണ്. ഈ അടക്കവും ചിട്ടവും ഇല്ലാതെ ജീവിക്കുന്ന ആളുകളുടെ ഈ റീഡിംഗ് ടേബിളൊക്കെ പോയി നോക്കിയാൽ കാണാം, പുസ്തകം ഇങ്ങനെ പരത്തിട്ടതുപോലെ. അത്തരത്തിൽ ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ മേശമേൽ പരത്തിടുന്ന രീതിയിലായിരിക്കും അവരുടെ ഒരു രീതി ഉണ്ടാവുക. അല്ലെങ്കിൽ അവർ അത്തരത്തിലായിരിക്കും ജീവിച്ചു പോരുക. അതിനുദാഹരണമായിട്ട് പറയാനുള്ളത് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നൊരു വ്യക്തിയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു ഇന്റർവ്യൂവിൽ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പുസ്തകം ഇങ്ങനെ വാരി വലിച്ച് വിതറി ഇടുന്നത്? അതൊരു അടക്കം ചിട്ടയില്ലാത്ത ഒരു വ്യക്തിയുടെ സൂചകമല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ അദ്ദേഹം അതിന് ഒരു രസകരമായ മറുപടി കൊടുത്തു. ചോദ്യവും അതുപോലെ തന്നെ ഒരു മറുപടി ആയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഈ ഒന്നുമില്ലാത്ത ടേബിള് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ്. ആ ഒരു ചോദ്യത്തോടു കൂടി ആ ഒരു ഇന്റർവ്യൂ ചെയ്യാവുന്ന ആള് അപ്പാടെ പരിപാടി നിർത്തി. അപ്പോ നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ കാര്യം വരുന്നത് മറവിയാണ്. ഇപ്പൊ നിങ്ങളെല്ലാരും ചോദിക്കുന്നുണ്ടാവും, എനിക്കെന്താ ഭ്രാന്താണ്, മറവിയുള്ളവർക്ക് എങ്ങനെ ഈ ബുദ്ധി കൂടുതൽ ഉണ്ടാകുക എന്നുള്ളത്. അതിബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ നിന്ന് ആദ്യം പഠിക്കുന്നതിൽ നിന്നും കിട്ടുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. അവർക്ക് ഈ മറവിയുള്ളതെന്ന് വെച്ചാൽ ഈ വലിയ വലിയ കാര്യങ്ങൾ അവർ ഇങ്ങനെ തല പുകഞ്ഞ് ചിന്തിക്കുമ്പോൾ അവർ നിസ്സാരമായ കാര്യങ്ങളാണ് അവരോട് മറന്നു പോവുക. ഇതിനൊരു ഉദാഹരണമായിട്ടുള്ളത് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന വ്യക്തിയാണ്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ വീട്ടിലേക്ക് ഒരു കോൾ വരികയാണ്. അപ്പൊ ആ കോൾ എടുക്കുന്നത് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആണ്. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിനോട് ചോദിക്കാണ്, ആൽബർട്ട് ഐൻസ്റ്റീന്റെ വീട്ടിലേക്കുള്ള വഴി എതിരെയാണ്. ആ വഴി ചോദിച്ചപ്പോ ആ അസിസ്റ്റന്റ് പറഞ്ഞു, ഇങ്ങനെ ഈ പബ്ലിക്കായിട്ട് ഈ വഴിയൊന്നും പറഞ്ഞെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ ആരാണെന്ന് തിരിച്ചു ചോദിച്ചപ്പോ അദ്ദേഹം പറയാണ്, ഞാൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെന്ന് പറയാണ്. അത്രയും അവരുടെ വീട്ടിലേക്കുള്ള വഴി പോലും അവരോട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. വെച്ചാൽ അത്രയും വലിയ കാര്യങ്ങളാണ് അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അതിനിടയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരോട്
മറന്നു പോകുമെന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള വ്യക്തികളുടെ നാലാമത്തെ ഒരു ലക്ഷണമായിട്ട് പറയുന്നത്. ഈ ഒരു കാര്യം ഒരുപാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. ഇതിലെത്ര സത്യാവസ്ഥ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിത് വായിച്ചതും കേട്ടതുമായ അറിവ് മാത്രമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇത്രമാത്രം സത്യം ഉണ്ട് എന്നുള്ളത് എനിക്കിപ്പോ പറയാൻ കഴിയില്ല. ഇതിനെക്കുറിച്ച് ശാസ്ത്രം പറയുന്നത് ഇത് നമ്മുടെ ബ്രെയിൻ തന്നെ ചെയ്യുന്ന ഒരു തരം ഉള്ള ഒരു സംഭവമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ 5ാമത്തെ കാര്യം വരുന്നത് നമ്മോട് തന്നെ സംസാരിക്കുക എന്നുള്ളത്. സ്വയം തന്നെ നമ്മളോട് തന്നെ സംസാരിക്കുക. ഒരു കണ്ണാടിന്റെ മുന്നിൽ പോയിരുന്നോ അല്ലെങ്കിൽ ഒന്നില്ലാതെ തന്നെ നമ്മൾ വെറുതെ സ്വയം നമ്മൾ പറയാറുണ്ട് പെറുക്കി സംസാരിക്കുക എന്നുള്ളത്. എന്നുവെച്ചാല് സാധാരണ ഒരു കാണുന്ന വ്യക്തിക്ക് അത് നമ്മൾ ഭ്രാന്തായിട്ടുള്ള ഇതിലാണ് അവർ പറയാറുള്ളത്. ഇതൊരു ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ലക്ഷണമായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കോൺഫിഡൻസ് വളർത്താനാവും, ഗ്രോ ചെയ്യിക്കാനാവും എന്നുള്ള ഒരു കാരണം ഉള്ളത് കൊണ്ടാണ് ഇവരിങ്ങനെ സ്വന്തം സംസാരിക്കുന്നത്. നമുക്കതൊരു ഭ്രാന്തായി തോന്നുമെങ്കിൽ പോലും അവരുടെ കോൺഫിഡൻസ് വളർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള വ്യക്തികൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ 6ാമത്തെ പോയിന്റിലേക്ക് കടക്കാം. 6ാമത്തെ പോയിന്റ് വെച്ചാൽ അവർക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഭയങ്കര അധികം താല്പര്യമായിരിക്കും. എന്തായാലും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചെടുക്കുക, ക്രിയേറ്റിവിറ്റി ആയിട്ട് അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി അങ്ങനെ ഒറ്റയ്ക്കിരിക്കേണ്ടി വരും. സൗണ്ട് ഓരോ നോയ്സ് ഒന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഒറ്റയ്ക്കിരിക്കാൻ വളരെയധികം രസകരമായ ഒരു പരിപാടിയാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഇന്ന് പറയുന്നത് ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള വ്യക്തികളുടെ 6 ലക്ഷണങ്ങളാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നതിന് മുൻപ് ഇതൊന്ന് ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഒന്ന് 5 മിനിറ്റ് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളാണോ പൊട്ടന്മാരല്ലേ, ഞാനാണോ പൊട്ടൻ, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ച വ്യക്തിയാണോ പൊട്ടൻ എന്നുള്ളത്. നിങ്ങൾക്ക് 5 മിനിറ്റ് ഒന്ന് ചിന്തിച്ചതിന് ശേഷം അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഇതൊന്ന് തോന്നും, ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലെ അനുഭവം വെച്ചൊന്ന് ചെയ്തു നോക്കുമ്പോൾ നമുക്കൊന്ന് അത് സത്യാവസ്ഥ ആണെന്നത് മനസ്സിലാവും. ചിന്തിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ തീരുമാനിക്കുന്നത്. അത് എനിക്ക് വളരെയധികം ട്രൂ ആണെന്ന് തോന്നിയോണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തോമസ് ആൽവ എഡിസന്റെ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അന്ന് കാണാത്തവരൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറി വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന നേരം ബെല്ലൈക്കൺ അമർത്തിച്ചാൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിങ്ങനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ കാണാം. ബൈ.